ഇവിടെ ശ്രീ ഫ്രാൻസിസ് ജോർജ് MP ചേരുകയാണ്. ശ്രീ ഫ്രാൻസിസ് ജോർജ്, കേരളത്തിലേക്ക് വന്നാൽ ഇപ്പോൾ കേരളത്തിലേക്ക് ഈ ബജറ്റിന് മുമ്പ് തന്നെ കേരളത്തിലെ MP മാരെല്ലാവരും ഒത്തുകൂടുകയും മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ നിങ്ങൾ കേരളത്തിൻ്റെ ഫോക്കസിനെ സംബന്ധിച്ചൊരു ധാരണയിലെത്തുകയും അത് സംബന്ധിച്ച നിവേദനം ധനകാര്യമന്ത്രിക്ക് നൽകുകയും ഒക്കെ ചെയ്തതാണ്. നമ്മൾക്ക് മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തെ തുടർന്നുള്ള പുനരധിവാസം കിടക്കുന്നു, മലയോര മേഖലയുടെ പ്രശ്നം നിൽക്കുന്നു, അതുപോലെ തന്നെ വിഴിഞ്ഞം പദ്ധതി വളരെ വിജയകരമായി മുന്നോട്ട് പോകുമ്പോൾ ലഭിക്കേണ്ട പിന്തുണയുണ്ട്. അതിൻ്റെ അടിസ്ഥാന സൗകര്യ വികസനം എന്നുള്ളത് ഒരു രാജ്യത്തിൻ്റെ പദ്ധതിയാണ്, അതൊരു കേരളത്തിൻ്റെ മാത്രം പദ്ധതിയിൽ. അങ്ങനെ എത്ര കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് നമ്മൾ പോയത്, നമ്മുടെ ആവശ്യങ്ങൾ അറിയിച്ചത്. എന്തായിരുന്നു ഈ ബജറ്റിലൂടെ കേരളത്തെ സമീപിച്ചിരിക്കുന്ന വിധം? ശ്രീ ഫ്രാൻസിസ് ജോർജ്, അങ്ങയുടെ അഭിപ്രായം? ഈ ബജറ്റിൽ കേരള സ്പെസിഫിക് ആയിട്ട് യാതൊന്നും പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വളരെ നിർഭാഗ്യകരമാണ്. നമ്മൾ പ്രധാനമായി സംസ്ഥാന ഗവൺമെൻറ് 14 ആവശ്യങ്ങൾ കേന്ദ്ര ധനകാര്യമന്ത്രിയുടെ മുൻപാകെ, കേന്ദ്ര ഗവൺമെൻറ് മുൻപാകെ ഈ ബജറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് വെച്ചിരുന്നു. അപ്പം അങ്ങ് തന്നെ സൂചിപ്പിച്ചതുപോലെ കേരളത്തിൻ്റെ സാമ്പത്തിക പ്രതിസന്ധി പരിഹാരത്തിന് വേണ്ടിയുള്ള 24,000 കോടി രൂപയുടെ പ്രത്യേക പാക്കേജ്, വയനാടിൻ്റെ പുനരുദ്ധാരണത്തിനുള്ള പ്രത്യേക പാക്കേജ്, വിഴിഞ്ഞത്തിൻ്റെ വികസനത്തിന് വേണ്ടി കടമെടുപ്പ് പരിധി ഉയർത്തുക, 3 എന്നുള്ളത് 3.5% അതുപോലെ തന്നെ മടങ്ങിയെത്തുന്ന പ്രവാസികൾക്ക് വേണ്ട സംരക്ഷണത്തിനുള്ള പദ്ധതി, അതുപോലെ തന്നെ കാലാവസ്ഥാ വ്യതിയാന ദുരന്തങ്ങൾ, തീരദേശ കടലാക്രമണം അതിനെ നേരിടാനുള്ള പദ്ധതി, തിരുവനന്തപുരം RCCയുടെ വികസനത്തിന് വേണ്ടിയിട്ടുള്ളത്. ഇതിൽ ഏറെ പ്രധാനപ്പെട്ടത് അങ്ങ് തന്നെ സൂചിപ്പിച്ചതുപോലെ മനുഷ്യ വന്യജീവി സംഘർഷം അത് തടയുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രത്യേകമായ പദ്ധതി, 1000 കോടി രൂപയുടെ പദ്ധതി, റബ്ബറിന് മിനിമം വില ഉറപ്പാക്കാൻ വേണ്ടി 1000 കോടി രൂപയുടെ പദ്ധതി. ഇതൊക്കെ ചോദിച്ചെങ്കിലും നെല്ല് സംഭരണത്തിന് പ്രത്യേകമായിട്ട് 2000 കോടി രൂപയുടെ ഒരു പദ്ധതി, ഒന്നിലും ഒരു പ്രതികരണവും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം നിരാശാജനകമെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. മാത്രവുമല്ല, ഈ ധനകാര്യമന്ത്രി പ്രസംഗം തുടങ്ങിയത് തന്നെ 4 കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ്. രാജ്യത്തിൻ്റെ പുരോഗതിക്ക്, സാമ്പത്തിക വളർച്ചയ്ക്ക് വേണ്ട 4 ചാലക ശക്തികൾ, 4 എൻജിൻസ് എന്ന് വിശേഷിപ്പിച്ചാൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കാർഷിക മേഖലയാണ്. കാർഷിക മേഖല, ചെറുകിട ഇടത്തരം സൂക്ഷ്മ വ്യവസായ സംരംഭങ്ങൾ, അതുപോലെ തന്നെ നിക്ഷേപം തുടങ്ങി ഉള്ള 4 കാര്യങ്ങളിൽ ഈ കാർഷിക മേഖല നമുക്കറിയാമല്ലോ, ഇന്ന് കർഷകർ ഇപ്പോഴും സമരത്തിലാണ്. ദേശീയ തലത്തിൽ കാർഷിക മേഖലയ്ക്ക് വേണ്ടി കുറേ പദ്ധതികളൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷേ അതുകൊണ്ടൊന്നും ആയില്ലല്ലോ. ആ പദ്ധതികളൊക്കെ ഇനി എന്ന് നടപ്പിൽ വരുമെന്ന് നമുക്കറിയാം. അതൊക്കെ എത്രയോ കാലതാമസം എടുക്കുന്നത്. കർഷകരെ ഇന്ന് സഹായിക്കാനാണെങ്കിൽ, കാർഷിക മേഖലയെ സഹായിക്കാനാണെങ്കിൽ ചെയ്യേണ്ടത് അവരാവശ്യപ്പെട്ടതുപോലെ കാർഷിക മേഖലയിലെ പ്രധാനപ്പെട്ട 22 ഉൽപ്പന്നങ്ങൾക്ക് MSP കൊടുക്കുന്ന ആ ഉൽപ്പന്നങ്ങൾക്ക് അതിന് ആ MSP എന്നുള്ളത് കാർഷിക കമ്മീഷൻ, ദേശീയ കാർഷിക കമ്മീഷൻ ശുപാർശ ചെയ്ത C2+50% ഫോർമുല അനുസരിച്ച് നിയമപരമാക്കുക എന്നുള്ളതാണ്. പാർലമെൻറ്റിൽ നിയമം കൊണ്ടുവന്ന് പാസ്സാക്കണം. അതാണ് കർഷകർ ആവശ്യപ്പെടുന്നത്. അവർ സമരം ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനു വേണ്ടിയിട്ടാണ്. അവർക്ക് പെൻഷൻ വേണം, അവരുടെ കടബാധ്യതകൾ എഴുതിത്തള്ളണം. എല്ലാ വർഷവും ലക്ഷക്കണക്കിന് കോടികളാണ് കോർപ്പറേറ്റുകളുടെ, വൻകിട കോർപ്പറേറ്റുകളുടെ കടബാധ്യതകൾ എഴുതിത്തള്ളാൻ ഈ ഗവൺമെൻറ് ഒരു മടിയും കൂടാതെ അനുവദിക്കുന്നത്. പക്ഷേ എന്തുകൊണ്ട് അടിസ്ഥാന വർഗമായിട്ടുള്ള ഈ രാജ്യത്തെ ജനങ്ങളെ തീറ്റിപ്പോറ്റുന്ന കർഷകർക്ക് അവരുടെ കടബാധ്യതകൾ എഴുതിത്തള്ളാൻ ഒരു നടപടിയും പ്രഖ്യാപിക്കാത്തത് എന്തുകൊണ്ട്? അതിനുമപ്പുറം അവർക്ക് ന്യായമായ വില ഉറപ്പാക്കാൻ നിയമപരമായി ഒരു വ്യവസ്ഥ കൊണ്ടുവരാൻ എന്തിനാണ് ഈ ഗവൺമെൻറ് മടിക്കുന്നത്? അപ്പോൾ അങ്ങനെയുള്ള സുപ്രധാന പ്രഖ്യാപനങ്ങളൊന്നും നടത്താതെ കുറേ പദ്ധതികളും പ്രഖ്യാപനങ്ങളൊക്കെ നടത്തുന്നു. അതൊക്കെ ഏതെങ്കിലും ഒരു കാലത്ത് നടപ്പിലായില്ലെങ്കിൽ നടപ്പിലായില്ല. അപ്പോൾ അതുകൊണ്ട് കാർഷിക മേഖലയെ സംബന്ധിച്ചിടത്തോളം ഈ ബജറ്റിൽ എന്തെങ്കിലും കാര്യമായി പെട്ടെന്ന് കർഷകർക്കും കാർഷിക മേഖലയ്ക്കും പ്രയോജനം ചെയ്യുന്ന എന്തെങ്കിലും കിട്ടിയെന്ന് പറയാനായിട്ട് കഴിയുകയില്ല. കേരളത്തെ സംബന്ധിച്ചിടത്തോളം റബ്ബറിൻ്റെ കാര്യത്തിൽ പാടെ നിശബ്ദതയാണ്, അതുപോലെ നെല്ല് സംഭരണത്തിൻ്റെ കാര്യത്തിൽ പാടെ നിശബ്ദതയാണ്. അപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളവും എന്തെങ്കിലും പ്രയോജനകരമായി സംഭവിക്കുമെന്ന് പറയാനായിട്ട് കഴിയില്ല. ഏതായാലും ഏതെങ്കിലും ഒരു സഹായം അങ്ങ് ദില്ലിയിൽ നിന്ന് കേരളം പ്രതീക്ഷിക്കേണ്ടതില്ല എന്നൊരു സന്ദേശമാണ് ഈ ബജറ്റും സമ്മാനിക്കുന്നത്. ഇവിടെ ശ്രീ ഫ്രാൻസിസ് ജോർജ്, 1-2 കാര്യങ്ങൾ കൂടി സർ, 1-2 കാര്യങ്ങൾ കൂടി. താങ്കൾ പറഞ്ഞ പോലെ പ്രഖ്യാപനങ്ങൾ, ഇപ്പോൾ ഉദാഹരണത്തിന് കഴിഞ്ഞ ബജറ്റിലെ പ്രഖ്യാപനം വ്യവസായ ഇടനാഴി, അതിൻ്റെ തുടർച്ചയിൽ കേരളമില്ല. അതുപോലെ തന്നെ ടൂറിസം സർക്യൂട്ട്, അന്നും കേരളമില്ല. രാജ്യത്തെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് സ്പോട്ടാണ് കേരളമാകെ. അന്ന് കേന്ദ്രമന്ത്രി, ഇപ്പോഴത്തെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞത് കാത്തിരിക്കൂ അടുത്ത തവണ. എവിടെ? എയിംസിൻ്റെ കാര്യത്തിലും കാത്തിരിക്കൂ. എവിടെ? ഇത്തവണ മെഡിക്കൽ സീറ്റുകൾ ഇത്രയധികം കൂട്ടിയിട്ടും എയിംസ് കേരളത്തിൽ തന്നാൽ പറ്റും, പക്ഷേ അതുണ്ടാകുന്നില്ല. റബ്ബറിൻ്റെ കാര്യത്തിൽ താങ്കൾ സൂചിപ്പിച്ചു. ഇങ്ങനെ ഓരോ കാര്യത്തിലും ഈ അതുപോലെ റെയിൽവേ ബജറ്റിൻ്റെ പോർഷൻ എങ്ങനെയുണ്ട് MP?
ഞങ്ങൾക്ക് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കിട്ടിയിട്ടില്ല. ആ ഡോക്യുമെൻറ്റ്സ് ഇപ്പോൾ പഴയ പോലെ പെട്ടെന്ന് കിട്ടില്ല. നമ്മൾ ഡൗൺലോഡ് ചെയ്തെല്ലാം നോക്കണം. അപ്പം അതിന് സമയം കിട്ടിയിട്ടില്ല. നോക്കുമ്പോൾ മാത്രമേ അറിയാവുള്ളൂ. റെയിൽവേയുടെ കാര്യത്തിലും കേരളം കൃത്യമായിട്ടുള്ള ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചിരുന്നു. ഞങ്ങളൊക്കെ എം പിമാർ തന്നെ പ്രാദേശികമായിട്ടുള്ള ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചിരുന്നു. ഞാൻ കോട്ടയം റെയിൽവേ സ്റ്റേഷൻ ഒരു ടെർമിനൽ സ്റ്റേഷനാക്കണം, അതുപോലെ തന്നെ കോട്ടയത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുന്ന ട്രെയിനുകളുടെ വിവരങ്ങൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ കൊടുത്തിരുന്നു. 2000 കിലോമീറ്റർ വരെ താഴെ ഓടുന്ന ട്രെയിനുകൾക്ക് വേണമെങ്കിൽ എക്സ്റ്റൻഷൻ കൊടുത്ത് ഈ PFTR എന്ന് പറയും, പ്ലാറ്റ്ഫോം ടേൺ അറൗണ്ട്, ആ സംവിധാനത്തിൽ കോട്ടയത്തേക്ക് എക്സ്റ്റൻഷൻ കൊടുക്കാവുന്നതാണ്. കോട്ടയം എന്ന് പറയുമ്പോൾ നമുക്കറിയാം കേരളത്തിൻ്റെ മധ്യഭാഗമാണ്. ഇടുക്കി, പത്തനംതിട്ട തുടങ്ങിയ ജില്ലകളിൽ നിന്നൊക്കെയുള്ള യാത്രക്കാർ വന്നിറങ്ങുന്നതും ശബരിമലയിലേക്കുള്ളൊരു കവാടം എന്നുള്ള നിലയിലൊക്കെ ദീർഘദൂര ട്രെയിനുകൾ കോട്ടയത്ത് അവസാനിപ്പിക്കാനുള്ള അല്ലെങ്കിൽ അവിടെ നിന്ന് യാത്ര തുടങ്ങാനൊക്കെയുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കണം. ഇങ്ങനെ പ്രാദേശികമായിട്ടുള്ള ആവശ്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. വളരെ സുപ്രധാനമായിട്ടുള്ളൊരു കാര്യം ഞാൻ പ്രത്യേകം ധനകാര്യമന്ത്രിയോട് ആവശ്യപ്പെട്ടിരുന്നു. വേമ്പനാട് ലേക്ക് നമുക്കറിയാമല്ലോ, റാംസർ സൈറ്റാണ്, അത് നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ലേക്ക് സംരക്ഷിക്കാനുള്ള അതൊരു ദേശീയ തലത്തിൽ പ്രാധാന്യമുള്ള ഒരു നമുക്കറിയാമല്ലോ ഒരു പാരിസ്ഥിതികമായിട്ട് നോക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു സംവിധാനമാണല്ലോ അത്. ആ കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമാണ്. ആ വേമ്പനാട് ലേക്ക് സംരക്ഷിക്കാനുള്ള ഒരു വേമ്പനാട് ലേക്ക് അതോറിറ്റിക്ക് രൂപം കൊടുക്കാൻ പ്രത്യേകമായ പ്രഖ്യാപനവും സാമ്പത്തിക സഹായവും വേണം എന്നുള്ള ആവശ്യം ഞങ്ങൾ വെച്ചിരുന്നു. നമ്മൾ പൊതുവായിട്ടുള്ള ആവശ്യത്തോടൊപ്പം തന്നെ പ്രാദേശികമായിട്ടുള്ള പല കാര്യങ്ങളും ഞങ്ങൾ എം പിമാർ ചൂണ്ടിക്കാണിച്ചിരുന്നു. പക്ഷേ ഒന്നിലും ഒരനുകൂല പ്രതികരണം ഉണ്ടായിട്ടില്ല. പ്രത്യേകിച്ച് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിരാശാജനകം എന്ന് പറയുന്നത് റബ്ബറിൻ്റെ കാര്യത്തിലാണ്. വന്യജീവി സംഘർഷവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ആവശ്യപ്പെട്ട 1000 കോടി രൂപ മാത്രമേ ഈ രണ്ട് കാര്യങ്ങൾക്കും ചോദിച്ചുള്ളൂ. അതുപോലും അനുവദിക്കാൻ ഈ ബജറ്റിലൂടെ ധനകാര്യമന്ത്രിയും കേന്ദ്ര ഗവൺമെൻറ്റും തയ്യാറായിട്ടില്ല. അപ്പോൾ കേരളത്തെ ഒരു തഴയുക അല്ലെങ്കിൽ അവഗണിക്കുക എന്നുള്ളൊരു സമീപനം അത് ഈ ബജറ്റിലും തുടർന്നിരിക്കുന്നു എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. കോട്ടയം MP ആണ് സംസാരിച്ചത്. നന്ദി. താങ്കൾ ഇതുമായി ബന്ധപ്പെട്ട വിമർശനങ്ങളും പരിഭവങ്ങളും പ്രതിഷേധങ്ങളും ഈ ബജറ്റ് എങ്ങനെ എത്രമാത്രം കേരളത്തെ തഴഞ്ഞിരിക്കുന്നു. കേരള സർക്കാർ 24,000 കോടിയുടെ പാക്കേജ് വിവിധ ഇനങ്ങൾ അദ്ദേഹം തന്നെ സൂചിപ്പിച്ചു. റബ്ബറുമായി ബന്ധപ്പെട്ടാവട്ടെ, വയനാട് ചൂരൽമല ദുരന്തവുമായി ബന്ധപ്പെട്ടാവട്ടെ, വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ടാവട്ടെ, അതുപോലെ മലയോര മേഖലയിലെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ തയ്യാറാക്കപ്പെട്ട വളരെ വിശദമായിട്ടുള്ള കേരളത്തിൻ്റെ ആവശ്യം അത് ഈ MP-മാരും ഒക്കെ ഒപ്പിട്ട് തന്നെയാണ് ധനകാര്യമന്ത്രിക്ക് മുമ്പാകെ എത്തിച്ചത് ബജറ്റിന് വളരെ മുമ്പ് തന്നെ. പക്ഷേ അതിനൊന്നും ഒരു കടലാസ് വില പോലും നൽകിയിട്ടില്ല. നേരത്തെ ബഷീർ പറഞ്ഞതിൽ ഇത് ഓട്ടക്കാലണയാണ് കേരളത്തിന് നൽകിയിരിക്കുന്നത് എന്ന് ആളുകൾ പറയുകയും അനുഭവിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയിലൂടെ ഈ ബജറ്റിനെ കുറിച്ച് ഇങ്ങനെ ചർച്ച ചെയ്യുക എന്നുള്ളതാണ് മലയാളിയുടെ ദുര്യോഗം. മലയാളത്തിനും കേരളത്തിനും ആവശ്യപ്പെട്ടതും അവകാശപ്പെട്ടതും തരാതിരിക്കുക, എന്നിട്ട് മണിക്കൂറുകളോളം ഈ ബജറ്റിനെ കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടേയിരിക്കുക. ഈ അവസ്ഥയിലേക്ക് കേരളം ഇങ്ങനെ ആ ഒരു ദുരന്തത്തിലേക്ക്, ഒരു ബുദ്ധിമുട്ടിലേക്ക് ഇങ്ങനെ കേരളം തള്ളിവിട്ടുകൊണ്ടിരിക്കുന്നു കേരളത്തെ കേന്ദ്ര സർക്കാർ എന്നുള്ള, അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ ആ രാഷ്ട്രീയം എന്നുള്ളതാണ് യാഥാർത്ഥ്യം.